ദാണ്ടെ നമ്മൾ ഉണ്ടാക്കിയ ബ്രോസ്റ്റഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സാധ്യതയേറിയ എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രോസ്റ്റഡാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്ത് ഉണ്ടാക്കാനാന്നല്ലേ? നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മാത്രം മേടിക്കുന്ന എന്നാൽ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതായ ഒരു ബ്രോസ്റ്റഡ് റെസിപ്പി ആയിട്ടാണ്. നമ്മളാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുമ്പം 500-600 കൊടുത്ത് നമ്മുടെ ഒരു ഫാമിലിക്ക് നല്ല കണക്ക് ആസ്വദിച്ച് തിന്നാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല അവിടെ നിന്ന് കിട്ടുന്നത്. ഇത് ഒരു കോഴിയിൽ 10-12 പീസ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോഴേ നമുക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസിന് 10 പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. 1/2 ലിറ്റർ പാലിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കുമ്പോഴത്തേക്ക് ഇത് ബട്ടർ മിൽക്കായിട്ട് മാറിയിരിക്കും. ദാണ്ടെ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ജിഞ്ചർ പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്ത് ഗാർലിക് പേസ്റ്റ് മാത്രമേ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. മുളക് പൊടിയൊന്നും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത് നല്ല കണക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാറ്റർ 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനാവശ്യമായുള്ള സാധനങ്ങൾ: 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്നത് 1/2 കപ്പാണ്. അപ്പം 4 കപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യമായത് 2 മുട്ടയാണ്. മുട്ട പൊട്ടിച്ചൊഴിക്കാം. അര ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയെങ്കിലും ഉപയോഗിച്ചാൽ മതി. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഈ തീർച്ചയായിട്ടും ഉണ്ടാക്കിയും കൂടെ നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇതിനകത്തോട്ട് നോക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കാം. മൊത്തം 1.5 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദോശമാവിനേക്കാളും അല്പം ലൂസായിരിക്കണം ഈ മിക്സ്. ഇനി അടുത്തൊരു പാത്രത്തിലോട്ടായിട്ട് 1/2 കപ്പിൻ്റെ കപ്പായതിൻ്റെ പേരിൽ ഇത് 4 കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മാവിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് എല്ലായിടവും പിടിക്കത്തില്ല. ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുക്കി വെക്കണം. ഒരു 3-4 ചിക്കൻ മാത്രമേ ഞാൻ ആദ്യം ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ പൊടിയിലോട്ട് മുക്കിയെടുക്കുന്ന സമയത്ത് ആ പൊടി നന്നായിട്ട് വെള്ളം പിടിക്കാൻ ചാൻസ് ഉണ്ട്. മൈദാമാവും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് നന്നായിട്ട് ചിക്കൻ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ എല്ലാ ഭാഗത്തും ഈ പൊടി പിടിക്കുള്ളൂ. സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു മണം നിൽക്കും. ഇതാകുമ്പോൾ മണം ഇല്ലാത്ത ഓയിലല്ലേ. ഞാൻ നിറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മുങ്ങി പൊരിഞ്ഞിട്ടാൻ വേണ്ടി. നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എണ്ണയിലോട്ട് ഇടുമ്പോഴേ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും ഇടണം കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കി നോക്കിയൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാം. മൈദാമാവിൻ്റെ മുട്ടയുടെ മാത്രമേ ചിലവ് ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ കോഴി ഇപ്പം വില കുറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് മേടിച്ചുണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നാണ്ടേ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചു വിട്ട് വേണം ഇത് വേവിക്കാൻ. ഒറ്റ സമയം കൊണ്ട് ഒരു സൈഡ് വേവിച്ചെടുക്കരുത്. തിരിച്ചും മറിച്ചു വിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ മുക്കി വെക്കാം. ഇത് ആദ്യമേ അങ്ങ് മുക്കി വെക്കരുത് കേട്ടോ. മുക്കി വെച്ച ഒരുമാതിരി വെള്ളം പോലാവും. പൊരിക്കുന്നതിനനുസരിച്ച് മുക്കി വെച്ചാൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഇതെടുക്കാൻ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം. വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതൊരു മെനക്കേടായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. എന്താ ഈ ഒരു 4 പീസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 600 രൂപ കൊടുക്കണം. വെറും 4 പീസ് നമുക്ക് ഒരു കോഴിയിൽ നിന്ന് തന്നെ ഒരു 10 പീസ് അടുപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാണ്ടേ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കളറെല്ലാം മാറി. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആദ്യം ഒരു ട്രിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് മൊത്തത്തിൽ ഒന്ന് പൊരിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ദാണ്ടെ നമ്മൾ ഉണ്ടാക്കിയ ബ്രോസ്റ്റഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സാധ്യതയേറിയ എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രോസ്റ്റഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു.